ഗൈസ്, അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ഗൈസ്. നമ്മൾ അടിപൊളി പുതിയ ചലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. ചലഞ്ചിന്റെ പേര് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള, നമ്മള് പണ്ട് സ്കൂൾ കാലം തൊട്ട് തന്നെ ബുക്കിന്റെ ഒക്കെ പുറകില് എഴുതി കളിക്കാറുള്ള ഒരു ചലഞ്ചാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അപ്പൊ ചലഞ്ച് വേറൊന്നുമല്ല, ബിങ്കോ ചലഞ്ച് ഗൈസ്. അപ്പൊ നമ്മള് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശരിക്കും പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് ചലഞ്ച് അല്ലേ? നമ്മള് പഠിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗെയിം എന്ന് വേണം പറയാം. ബിങ്കോ കളിക്കാത്ത ആരും ചിലപ്പോ കേരളത്തിൽ കാണത്തില്ല. പൂജ്യം വെട്ട്, പേര്, സ്ഥലം, ബിങ്കോ, കള്ളനും പോലീസും, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ബിങ്കോ ചലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബിങ്കോ ടൈം ആണ് കഴിച്ച് നമുക്ക് ഇന്ന്. അപ്പൊ നമ്മള് ബിങ്കോ നേരിട്ടുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. 25 ബോക്സുകളുണ്ട്. ഈ ബോക്സിനകത്ത് നമ്മള് 1 to 25 നമ്മള് ഏത് രീതിയിൽ നമുക്ക് എഴുതാം ഗൈസ്. ഏത് ബോക്സിൽ നമുക്ക് 1 to 25 എഴുതാൻ പറ്റും. ഗൈസ്, പിന്നെ ഒരു കാര്യം, അമ്പ് നമ്മുടെ ഈ ടേബിളിന്റെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ അത് കുലുക്ക് തെളിയിടുകയൊക്കെ ചെയ്യും. അമ്പുവിന്റെ അല വന്നിരിക്കാം. അമ്പുവിന് ഒരു പേപ്പറും കൊടുത്ത് 2-3 സ്കെച്ചും കൊടുത്ത് അവിടെ ഇരുത്തി വെക്കും. അല്ലാതെ നോ രക്ഷ. കളി എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. 1 തൊട്ട് 25 വരെയുള്ള നമ്പർ നമ്മൾ എഴുതുന്നു. ഓരോരുത്തരായിട്ട് ഓരോരോ നമ്പേഴ്സ് പറയുന്നു. അത് വെട്ടി പോകുന്നു. ആ ഒരു ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി മാത്രം, ക്രോസ് ആയിട്ടൊന്നുമില്ല. അപ്പൊ അത് വെട്ടിയതിന് ശേഷം ഓരോ ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഓരോ ലൈൻസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ബി വെട്ടാം, ഐ വെട്ടാം, NGO. ആരാണ് ബിങ്കോ വിളിച്ചിട്ട് അത് വിളിക്കണേ. ബിങ്കോ എന്ന് വിളിച്ചാലേ അവർ ജയിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് നമ്മള് 2 റൗണ്ട് ആയിരിക്കും കേട്ടോ നമ്മള് ചെയ്യാൻ. 2 റൗണ്ട് അല്ലേ? പിന്നെ നമ്മള് എടുത്തുകൊണ്ടേ നമ്മള് മതില് കെട്ടിട്ടുണ്ട് കേട്ടോ നടുക്കൂടെ കാണാതിരിക്കാൻ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമേ. ഒരു താളം കേൾക്കുന്നില്ല. അത് നമ്മുടെ അമ്പ് താഴെ ഇരുന്ന് പേപ്പറിൽ സ്കെച്ച് ഇട്ട് കുത്തുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്പേഴ്സ് എഴുതാവേ. മാർക്കറൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് പുതിയ അപ്ഡേഷൻ തരുമോ അതിന് മാറ്റാൻ സമയമായിരുന്നു. അമ്പൂട്ടാ, എന്താ സൗണ്ട് ആയത്? വലിയ വെച്ചോ, വലിയ വെച്ചോ. നല്ല രസമുണ്ട് എഴുതുന്നതിന് പിന്നെ എഴുതാൻ പറ്റത്തില്ലേ? കുഞ്ഞു വരച്ചോ. ഇതിനൊരു പ്രത്യേകത എന്താ പറയുക, പെട്ടെന്ന് നമ്പർ പറയുമ്പോഴേ ഇതിൽ എവിടെ എഴുതി വെച്ചേക്കുന്ന കണ്ടുപിടിക്കാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഫിനിഷ് ചെയ്തേ. മാർക്കറിന് അങ്ങോട്ടൊരു ഉത്സാഹമില്ല, അതുകൊണ്ട് വലുതായിട്ട് തെളിഞ്ഞിട്ടില്ല. എനിക്ക് 24 എഴുതാനുള്ള കോളമേ ഉള്ളൂ. അല്ല ഉണ്ടോ? അപ്പൊ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എവിടെയോ? ഇല്ല. 25 നമ്മൾ അങ്ങനെ നമ്പർ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് മറ്റേ സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചാലോ? സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാം. സ്റ്റോൺ പേപ്പർ സിസർ. ദൈവമേ, എന്നെ വെട്ടിക്കീറി കളഞ്ഞു. അപ്പൊ ഷാന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഷാന് പറഞ്ഞോ. 1. അതെവിടെ ഞാൻ എഴുതിയേ? ഇതേപോലെ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഞാൻ പറയട്ടെ. 17. 10. എനിക്ക് 10 ഇല്ലടാ. 10. ഓക്കെ. 24. 15. ഓക്കെ, പറയട്ടെ. പറഞ്ഞോ. 23. 23. ഓക്കെ. 7. ഗൈസ് 19. 21. You mean 21? അതെ. ഗൈസ് 2. നീ അങ്ങ് കുഴപ്പിക്കുവാണല്ലോടാ. 16. 16. ഓക്കെ, ഞാൻ പറയട്ടെ. 25. 22. 22. ഓക്കെ ഗൈസ് 8. 6. പറയട്ടെ. 9. എന്താ ശാനു നീളത്തിൽ വരയൊക്കെ പോയല്ലോ? ഞാൻ പറയട്ടെ. 4. നീ 4 പറഞ്ഞല്ലേ? 12. ഞാൻ പറയട്ടെ. 5.
5 എടാ. എടാ എനിക്ക് നീ 5 പറഞ്ഞപ്പം എനിക്ക് 5-6 കോളം വെട്ടമുള്ള സ്പേസ് ഉണ്ട് ഗൈസ്. എനിക്ക് അവൾ 5 പറഞ്ഞ സമയത്ത് എനിക്ക് 11 കൂടെ കിട്ടുന്നെങ്കിൽ എനിക്ക് ബിങ്കോ കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. സത്യം എനിക്ക് സങ്കടം വരും. കാരണം എനിക്ക് നീ പറഞ്ഞു തന്ന എല്ലാ നമ്പേഴ്സും വെട്ടാ പാകത്തിലായിരുന്നു. ഉഗാണ്ടയും ചൈനയും കണക്ക് ഞാനും അങ്ങനെ എഴുതിയേ. എവിടെ ഒരു കള്ളത്തിന്. പക്ഷെ ഞാനേ ഇങ്ങനെ വെട്ടിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് സൗണ്ട് കേൾക്കായിരുന്നു കേട്ടോ. ആ സൗണ്ട് കഴിഞ്ഞിട്ട് അമ്പു മേലോട്ട് നോക്കായിരുന്നു ഇവിടെ എന്തോ ചെയ്യുവാന്ന് പറഞ്ഞു. ഇടയ്ക്ക് അമ്പുവിന് കൊടുത്ത 2 സ്കെച്ച് അമ്പു അതിന്റെ മോനെ 2 കുത്തി അതിന്റെ കരച്ചിലായിരുന്നു. ഇപ്പൊ എന്റെ വിങ്കോടെ വിൻ ചെയ്ത് പേപ്പറും കൊണ്ട് പോയിട്ടുണ്ട്. ജസ്റ്റ് ഈ 11 മാത്രം എനിക്കൊന്ന് വെട്ടാൻ പറ്റിയിരുന്നെങ്കിൽ നീ ജയിച്ചേ. അതുകൊണ്ടാണല്ലോ നീ ജയിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. ഇതിൽ ഞാൻ ജയിച്ചു. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നീ ജയിച്ചില്ലെങ്കിൽ നീ തല ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം ഗൈസ്. അപ്പൊ നമ്മള് അടുത്ത പേപ്പറും പെയിനൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്ത ബോക്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത്തവണ നമ്മുടെ കൂടെ കളിക്കാൻ അമ്പൂട്ടിനുണ്ട്. അപ്പൊ കളിച്ചോ. അപ്പൊ നമ്മൾക്ക് ഇനി നമ്പർ ഇടുന്ന ചടങ്ങാണ് ഗൈസ്. പക്ഷെ എനിക്ക് ട്രിക്ക് ഉണ്ടോ? ആ ട്രിക്കിൽ നമ്മൾ നമ്പേഴ്സ് എഴുതുവാണെങ്കിൽ ഫസ്റ്റ് അടിക്കാൻ പറ്റും. പ്രധാന വിഷയം എന്താ അറിയോ? നമുക്ക് ആ ട്രിക്ക് അറിയത്തില്ല. അതിന് മാത്രമുള്ള ബുദ്ധി നമുക്കില്ലല്ലോടാ. നിനക്കില്ല, എനിക്ക് ആ ബുദ്ധിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു തരുമ്പോ ആ ബുദ്ധി അങ്ങ് പോകും. നമ്പർ എഴുതാമേ. നമ്പർ എഴുതുന്ന കോൾ ഞാൻ നോക്കിയില്ല. ഞാൻ കണ്ടടി കള്ളക്കളി കളിക്കല്ലേ. അതിനിടയ്ക്ക് അമ്പു ചീച്ചി വെച്ച് പണി തന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ അമ്പ് വഴക്കാം. 9 10 11 12 13 14 ഈ റൗണ്ട് എനിക്ക് ജയിക്കണം. ഞാൻ ജയിക്കും. 17 18 എന്താ ഈ റൗണ്ട് ഞാൻ ജയിക്കട്ടെ? ജയിച്ചില്ലെങ്കിൽ നീ പൊട്ടാൻ. കഴിഞ്ഞ റൗണ്ട് ഞാൻ നിനക്ക് വിത്ത് തന്നല്ലേ? എന്താ എനിക്ക് ഇതിനുള്ള സ്നേഹം കാരണം ഞാൻ വിത്ത് സ്നേഹം ആടാ കൊട്ടത്. ഞാൻ വിചാരിച്ചു ഞാൻ കാരണം അവള് തോക്കാൻ പാടില്ലല്ലോ. പിന്നെ എല്ലാരും പറഞ്ഞില്ല ഞാൻ തോപ്പിച്ചു. തോക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ തോക്കാറില്ല. അമ്മ സ്കെച്ച് എടുത്ത് വായി വെച്ചു. ഷിട്ടുമണി മമ്മ എഴുതി കഴിഞ്ഞു. പപ്പ ഇതുവരെ എഴുതി പോലും ഇല്ല. ഇതൊക്കെ ഓർത്തെടുക്കട്ടെ. ഈ 1 കഴിഞ്ഞ് ഏതാണൊക്കെ ഗൈസ്. അപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളപ്പം ഈ റൗണ്ട് ജയിച്ചതാണോ പറയണ്ടല്ലോ? അങ്ങനെയല്ല. എന്നാ ഞാൻ പറയട്ടെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ എന്റെ നമ്പർ 14. ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. സോറി സാർ. എനിക്ക് 12. എവിടെ എഴുതിയേക്കുന്നേ? ഈ എന്റെ ഒരു കാര്യം 6. മലയാളത്തിൽ പറഞ്ഞോട്ടെ, ഇംഗ്ലീഷ് അറിയത്തില്ല. 18 13 യെസ്. 11 25 You mean 25? 2 7 10. ഇതൊക്കെ എവിടെ കിടക്കുന്നു? 20. എന്നിട്ട് നീ എവിടെ കിടന്നു കുണാന്ന് വരയ്ക്കുമായിരുന്നു. എത്രയാ പറഞ്ഞേ? 20. എനിക്കിതൊക്കെ നോക്കണം. നീ നോക്കവിടെ ഇരുന്ന് എന്റെ തലേന്നെല്ലാം. 17 22 25 അല്ല 22. സോറി 22. വാ അമ്മയുടെ തോളത്തുവാ പുറത്തുവാ. 22 വെട്ടി. ഞാൻ വെട്ടട്ടെ? വെട്ടട്ടെ? പറ. 4. എന്റെ പൊന്നെ വീടല്ലേ. ജയിക്കണം. ജയിക്കണം. എവിടെ പോവാ? എല്ലാ കളിയും തോറ്റിരിക്കുന്ന ഞാൻ. അമ്മ ഈ കളി ജയിച്ചേ വരത്തുള്ളൂ. പറട്ടെ? പറ. 8 ഇല്ലടി. 8 ഇല്ലെങ്കിൽ തട്ടുകള്. 23. എവിടുന്നൊക്കെയാണോ നീ കൊണ്ട്? എനിക്ക് ജയിക്കണോടാ, എന്നെ തോപ്പിക്കല്ലേ. 9 വെട്ടുന്നാണ് ഷൂറ് വെട്ടുന്നേ. 9 പറഞ്ഞില്ലേടി. 24. എനിക്ക് ദോഷം കിട്ടും. നോക്കൂ. 19 ബിങ്കോ. 19 ബിങ്കോ.
ഞാൻ അറപ്പിച്ച് വെറുപ്പിച്ച് 19 നീ ബിങ്കോ അടിച്ചു. Yes. ഒറ്റ നമ്പർ എനിക്ക് പോയി. 21 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബിങ്കോ. ഏതാ? 21 ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21 നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ 3 പറഞ്ഞ ബിങ്കോ അടിച്ചേ, 5 പറഞ്ഞ ബിങ്കോ അടിച്ചേ. എനിക്ക് ഇഷ്ടം പോലെ കിടക്കുക. എനിക്ക് 16, 21 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിങ്കോ അടിക്കാൻ പറ്റിയേ. 3 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ സമയത്തിന്റെ ഓരോരോ. അപ്പൊ ഇത്തവണ ഞാൻ തന്നെ ജയിച്ചു. അതെ അതെ ഗൈസ്, നമുക്ക് ഒരു റൗണ്ട് നമുക്ക് എന്റെ ബാക്കി മറ്റേ സ്കൂളിൽ വരയ്ക്കുന്ന ചെറുതായിട്ട് വരച്ചിട്ട് കളിച്ചാലോ? ചെറുതായിട്ട്. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പൊ നമ്മള് ചെറിയൊരു റൗണ്ട് പോവാണേ. ബെസ്റ്റ്. ഇത് ഒട്ടുമേ തെളിയത്തില്ല. അമ്മൂട്ടാ വേറെതാണോ? വേറെ കളർ ഇതെടുക്കണേ. താങ്ക് യു. ഓ ഏങ്കോണ എന്നായി പോയി. 1 2 3 4 5 ഇവിടെ ഇങ്ങനെ വലിയ അക്ഷരത്തിൽ ബിങ്കോ ബിങ്കോ എഴുതി 5 ഗൈസ്. അപ്പൊ നമ്മുടെ ചെറിയ ബിങ്കോ പറയുമ്പോ എന്റെ ചെറിയ ബിങ്കോ ഇതാണ് ഗൈസ്. ഇതിൽ നമ്മൾ അങ്ങനെ വലുതായിട്ട് ജയിക്കുന്നതാണെന്ന് അങ്ങനെ നോക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഗൈസ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 2. ഓക്കെ ഞാൻ പറയട്ടെ. 22 5 കൺഫ്യൂഷൻ ആവില്ലേ നമ്പർ കണ്ടുപിടിക്കാൻ. ഗൈസ് 8 11 23 14 ഗൈസ് 10 പറയട്ടെ. 12 ഗൈസ് 4 7 7 പറഞ്ഞു. 7 ഇല്ല എനിക്ക്. ഉണ്ടോ? 16 വെട്ടിപ്പോയി. അറിയാൻ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾ വെട്ടിപ്പോയി. പകുതി വെച്ച് നിർത്തി. ഞാൻ എടുക്കുന്നില്ല. ഞാൻ പറയട്ടെ. 25 30 21 നീ എനിക്ക് കിട്ടാനുള്ളത് പറയടാ. ഇവള് നല്ല കളിയായി. ഇവള് ഫുള്ള് വെട്ടിട്ടിരുന്ന് 20 ഞാൻ പറയട്ടെ. പറയട്ടാ ഇനി പറയട്ടെ. പെട്ടെന്ന് പറയാം. 24 18 എന്ന് വെച്ചാൽ എത്ര? അപ്പൊ 6 9 ബിങ്കോ. എന്താ സുഖാണോ? അതെങ്ങനെ നീ മാത്രം എപ്പോഴും ജയിക്കുന്നേ? അതെന്തുവാ? അത് ചുമ്മാ കളിച്ചപ്പോഴെങ്ങനെ അവള് മാത്രം ജയിക്കുന്നേ? എനിക്ക് എങ്ങനെയാണ് ഗൈസ് ഇവള് മാത്രം എല്ലാ ചലഞ്ചിലും ജയിക്കുന്നത്? കൂടോത്രം ചെയ്യുന്നുണ്ടോ എനിക്കെതിരെ ഞാൻ ജയിക്കരുതെന്ന്? വീഡിയോ എടുക്കുന്നത് ആണ്ടിനും ചക്രാന്തിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി മറക്കാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.